അഖിൽ ഈ വിഷയം ശ്രീ സതീഷ് വസന്ത് ഇത്രത്തോളം നിസാരവൽക്കരിക്കുകയാണ്. കാരണം അവർ അവിടെ അവരെത്തിയിട്ട് അതിൻ്റെ മുന്നിലൊരു ഊഞ്ഞാലി കെട്ടി ആർക്ക് വേണോ വന്ന് ഊഞ്ഞാലാടാം. ഇനി അദ്ദേഹം പറയാത്തത് ഭാഗ്യം, SHO അത്രത്തോളം മഹാമനസ്കനാണ്. SHOയുടെ കസേരയിൽ ആർക്ക് വേണോ വന്ന് ഇരിക്കാമെന്ന് കൂടി അദ്ദേഹം പറയാത്തത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ടാണ്. എന്താണ് അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? രഞ്ജിത്ത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം LDFിൻ്റെ പ്രതിനിധി പറഞ്ഞത് കറക്റ്റാണ്. കേരളത്തിലെ പോലീസിനെ, കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് എല്ലാ കാലത്തും ഊഞ്ഞാലാട്ടാൻ കഴിയും എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കണ്ട ഊഞ്ഞാലാട്ടവും. IP ബിനു എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും നമ്പർ 1 ഗുണ്ടാ ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ്. IP ബിനുവിൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കേസുകൾ ഏത് എന്ന് വിശദീകരിക്കാൻ LDFിൻ്റെ പ്രതിനിധിക്ക് തയ്യാറാകുമോ? ബോംബ് കേസ്, ആളെ ആക്രമിച്ച കേസ്, കൊലപാതക ശ്രമം, പിടിച്ചുപറി, തമ്മിത്തല്ല്, ഇതെല്ലാമാണ് ഗുണ്ടാപ്പിരിവ്, ഇതെല്ലാമാണ് IP ബിനുവിനെതിരെ ചാർത്തപ്പെട്ട കേസുകളുള്ളത്. ഈ IP ബിനു ജനാധിപത്യത്തിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. കാരായി രാജൻ മത്സരിച്ച് ജനപ്രതിനിധിയായ നാടാണ്. അതുപോലെ തന്നെ പിണറായി വിജയനും മത്സരിച്ച് ജനപ്രതിനിധിയായ നാടാണ് കേരളം. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. കൈബലവും കയ്യൂക്കുമുണ്ട് എങ്കിൽ അവിടെ വിജയിക്കാനും സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് IP ബിനു കേരളത്തിൻ്റെ തിരുവനന്തപുരം പോലൊരു നഗരസഭയിൽ മുൻ കൗൺസിലർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹം നടത്തുന്ന എല്ലാ അക്രമങ്ങളെയും ഒക്കെ തന്നെ ജനങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്നത് അത് നെല്ലരി ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രഞ്ജിത്ത്, നമ്മൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് ഭരണം മാറിയെങ്കിലും നയം മാറിയിട്ടില്ല. ഇന്നും കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയല്ല, P ശശിയാണ് ഇന്നും കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. ED കേസിൽ ആക്രമിക്കപ്പെട്ട് രാജ്യത്തെ ഏറ്റവും വലിയൊരു സുരക്ഷാ ഏജൻസി ആക്രമിക്കപ്പെട്ട് 65 ദിവസത്തോളം ജയിലിൽ കിടന്ന് കണ്ടീഷൻ ബെയിലെടുത്ത് ആ ബെയിൽ കിട്ടുമ്പോഴും ഈ പ്രതികൾക്കെല്ലാം ഒരുമിച്ചല്ല ജാമ്യം കിട്ടുന്നത്. ഓരോ വകുപ്പ് ചാർത്തപ്പെട്ട ഓരോ പ്രതികൾക്കും വിവിധങ്ങളാർന്ന ബെയിലുകളാണ്, അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥയിലാണ് അവരെ പുറത്തിറക്കിയിട്ടുള്ളത്. ആ പുറത്തിറക്കി അവരെ എന്തുകൊണ്ടാണ് സമ്മേളനത്തിൽ പോലും, ഇപ്പോൾ DYFIയുടെ സമ്മേളനം കഴിഞ്ഞു, ഉണ്ണികൃഷ്ണൻ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് LDFിൻ്റെ പ്രതിനിധി പറഞ്ഞത്. എന്തേ സമ്മേളനത്തിൽ മുഴുവൻ പ്രതികളെയും കൊണ്ടുപോയില്ല? അത് ചില ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ ചില ഗുണ്ടാ സംഘങ്ങളെ മാത്രം തിരുവനന്തപുരത്ത് വളർത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് വളർത്തുന്ന ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന ഏതു കാര്യത്തെയും CPMൻ്റെ ഒരു പ്രതിനിധിയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, പൊതുസമൂഹം CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിനോട് പ്രതികരണം ചോദിച്ചല്ലോ. എന്തേ ഈ വിഷയത്തിൽ പ്രതികരണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു CPMൻ്റെ നേതൃത്വവും തയ്യാറാകാത്തത്? അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പോലീസിൻ്റെ നെഞ്ചത്ത് കയറി ഗോലി കളിക്കുകയും പോലീസ് കെട്ടിയ ഊഞ്ഞാലിൽ കയറി ആടുകയും പോലീസ് വാങ്ങിക്കൊടുത്ത കുപ്പായമിട്ട് കേരളത്തിൻ്റെ ഈ തെരുവീതിയിൽ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന LDFിനെ ന്യായീകരിക്കാൻ CPM പോലും തയ്യാറല്ല. പക്ഷേ ഇതിൻ്റെ കഴിവുകേട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനീയനായിട്ടുള്ള, പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവെന്ന് ഞങ്ങളെല്ലാവരും ബഹുമാനത്തോട് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ കഴിവുകേടാണ്. ആ കഴിവുകേടിനെയാണ് തിരുവനന്തപുരത്തെ മറ്റൊരു പ്രമുഖ നേതാവും മന്ത്രിയുമായ K മുരളീധരൻ ചോദ്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞതെന്താ? ഗുണ്ടകളാണെന്നോ പ്രതികളാണെന്നോ അറിയാത്ത ചിലരെ ഊഞ്ഞാലാട്ടുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത് എന്നതാണ്. ആ ആഭ്യന്തര വകുപ്പിന് ഞങ്ങൾ ആവർത്തിച്ച്, BJP ആവർത്തിച്ച് പറയുന്നത് ഭരണം മാറിയിട്ടുണ്ട്, നയം മാറിയിട്ടില്ല. ആ നയം മാറാത്ത കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും കൈയാളുന്നത് രമേശ് ചെന്നിത്തലയല്ല, P ശശിയും EP ജയരാജനും KK രാഗേഷും ചേർന്നുള്ള ഒരു സംഘം തന്നെയാണ് ഇപ്പോഴും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്, യുവമോർച്ച ഒരു രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് PSC ആസ്ഥാനത്തിന് മുമ്പിൽ ഞങ്ങൾ പന്തലിട്ട് സമരം ആരംഭിക്കുമ്പോൾ LDF നിയോഗിച്ചിട്ടുള്ള PSCയുടെ ചെയർമാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ മെഡിക്കൽ കോളേജ് CAയോട് പറയുകയാണ്, ഇവിടെ പന്തലിട്ട് സമരം ചെയ്യാനും വേണ്ടി പ്രതിപക്ഷ ഒരു യുവജന സംഘടനയെ അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കില്ല എന്ന് പോലീസിനോട് നിർദ്ദേശം നൽകുമ്പോൾ പോലീസ്, അതും കോൺഗ്രസ് അധികാരത്തിലുള്ള പോലീസ്, ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൈയാളുന്ന കേരളത്തിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോലീസ് നേതൃത്വത്തിൽ യുവമോർച്ചയുടെ സമരപ്പന്തൽ അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് CPM നേതൃത്വത്തിൽ CPM ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമിച്ചിട്ടുള്ള ഒരു PSC ചെയർമാൻ്റെ ഉത്തരവിന്മേൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കോൺഗ്രസിൻ്റെ ഒന്നും LDFിൻ്റെ ഒന്നുമല്ല. എന്നാൽ ഭരണത്തിനൊപ്പം ഇരിക്കുന്ന മന്ത്രിക്കും ഭരണത്തിനൊപ്പം ഇരിക്കുന്ന സർക്കാരിനുമൊപ്പം എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളതാണ് കേരളത്തിൻ്റെ പോലീസ്. നമുക്ക് രാജൻ്റെ കൊലപാതക കേസിൽ K കരുണാകരൻ്റെ കാലം മുതൽ കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ അക്രമ സംഭവങ്ങളും എടുത്തു പരിശോധിച്ചാൽ കേരളത്തിലെ പോലീസ് ഏത് നിറത്തിലും ഏത് ചായ്വിലുമാണ് നിന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായമുള്ളൂ, IP ബിനുവിനെയും ഉണ്ണികൃഷ്ണനെയും രാഹുലിനെയും സിദ്ധുവിനെയും നിതിനെയും ഒക്കെ ഊഞ്ഞാലാട്ടിയ ഈ പ്രമോദിനെ
അച്ചടക്ക നടപടി അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര പട്ടം ഒഴിഞ്ഞുവെച്ച് കോൺഗ്രസും അതുപോലെ തന്നെ ആഭ്യന്തര പട്ടം ഒഴിഞ്ഞുവെച്ച് രമേശ് ചെന്നിത്തലയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുക എന്നുള്ളതിലൊഴിച്ച ഇതിലൊരു കാര്യവും ചർച്ച ചെയ്യാനില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്.